മാസപ്പടി കേസിലെ ഇ.ഡി. റെയ്ഡിൽ വീണ വിജയനെതിരായ നിർണായക തെളിവുകൾ കണ്ടെത്തി. ബിനാമി ഇടപാടുകളിലേക്കും കൂടുതൽ കടലാസ് കമ്പനികളിലേക്കും അന്വേഷണം വ്യാപിച്ചിരിക്കുകയാണ് ഇ.ഡി. വീണ വീണ്ടും ചോദ്യം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഭർത്താവ് മുഹമ്മദ് റിയാസിലേക്കും അന്വേഷണം നീളുകയാണ്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി. നിഖിൽ ഉൾപ്പെടെയുള്ളവരെ ഉടൻ സമൻസ് നൽകി. കോഴിക്കോട് 8 കേന്ദ്രങ്ങളിലായി ഇന്നലെ നടന്ന ഇ.ഡി. റെയ്ഡിൽ കണ്ടെടുത്ത ബാങ്ക് നിക്ഷേപ രേഖകളും ഡീറ്റെയിൽ ഡിവൈസുകളും ടി വീണയ്ക്കൊപ്പം ഭർത്താവും മുൻ മന്ത്രിയുമായ PA മുഹമ്മദ് റിയാസ് MLAയ്ക്കും കൂടുതൽ കുരുക്കാവുകയാണ്. ടി വീണ മുഹമ്മദ് റിയാസ് പണമിടപാടുകളിൽ നടന്ന അന്വേഷണമാണ് റിയാസിന്റെ അടുത്ത സുഹൃത്തുക്കളിലേക്കും നീങ്ങിയത്. മെയ് 27 നടന്ന ആദ്യ റെയ്ഡിൽ തന്നെ മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട് കോട്ടുള്ളിലെ വീട്ടിൽ നിന്ന് നിരവധി രേഖകൾ ഇ.ഡി. ശേഖരിച്ചിരുന്നു. ടി വീണയെ വീണ്ടും ചോദ്യം ചെയ്യുന്നതിനൊപ്പം മുഹമ്മദ് റിയാസിനും ഉടൻ സമൻസ് അയക്കും. റിയാസിന്റെ സുഹൃത്തും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ പി. നിഖിൽ, DTPC ഡെസ്റ്റിനേഷൻ മുൻ മാനേജർ നന്ദുലാൽ, റിയാസിന്റെ PA മിഥുൻ എന്നിവരെ ഇ.ഡി. ചോദ്യം ചെയ്യും. ഇവരുടെ വീടുകളിലായിരുന്നു റെയ്ഡുകൾ നടന്നത്. CMRL എക്സലോജിക് പണമിടപാടുകൾ നടക്കുന്നത് 2017-2020 കാലത്താണ്. നൽകാത്ത സേവനത്തിന് CMRL കമ്പനി എക്സലോജിക്കിന് നൽകിയ 2,78,00,000 രൂപയുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം. ജനം, കൊച്ചി.